നമസ്കാരം. ബംഗ്ലാദേശ് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെട്ടതിന് ശേഷം ബംഗ്ലാദേശിൽ ഉടലെടുത്ത രാഷ്ട്രീയ അനിശ്ചിതത്വം അവിടെ ഒരു ഇടക്കാല സർക്കാർ സ്ഥാപിതമായി എന്നിട്ടും അവസാനിക്കുന്നില്ല. അതിപ്പോഴും രാഷ്ട്രീയ അനിശ്ചിതത്വമായി തന്നെ തുടരുകയാണ്. ബംഗ്ലാദേശ് ഭരണകൂടത്തിന്മേൽ സ്വാധീനം ചെലുത്താനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമങ്ങളാണ് നമ്മൾ ഇതുവരെ കാണുന്നത്. രാഷ്ട്രത്ത് മുഴുവൻ ഒരു ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുക, തങ്ങൾക്കെതിരായ വികാരങ്ങളെ ഇന്ത്യക്ക് നേരെ തിരിച്ചുവിടുക, അങ്ങനെ ഭരണത്തിൽ കൈകടത്തുക എന്നതാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. ജമാഅത്തെ ഇസ്ലാമി ആ രാജ്യത്ത് നിരോധിക്കപ്പെട്ടിരുന്ന ഒരു സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം ഇതുവരെയും ബംഗ്ലാദേശിൽ ഫലം കണ്ടിരുന്നില്ല. പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഖാലിദാസിയെയും അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയും ചേർന്നാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവിടെയാണ് ഇവിടെ ഒരു വലിയൊരു അനിശ്ചിതത്വം ഉണ്ടാകുന്നത്. ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെടുന്നു, ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അവിടെയുള്ള ഒരു വിദ്യാർത്ഥി നേതാവിനെ ആരോ കൊലപ്പെടുത്തിയതിന്, അത് ഇന്ത്യക്കാരാണ് കൊലപ്പെടുത്തിയത്, ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ വികാരമുണ്ടാക്കുന്നു. ഇന്ത്യയുടെ സ്ഥാനപതി കാര്യാലയങ്ങൾ വളഞ്ഞുകൊണ്ട് സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഖാലിദാസിയയുടെ മകൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തി എന്ന വാർത്ത വരുന്നത്. അദ്ദേഹം ഇന്ന് ബംഗ്ലാദേശിലെ ഷാജിലാൽ എയർപോർട്ടിൽ വന്നിറങ്ങി എന്നാണ് ലഭിക്കുന്ന സൂചന. അദ്ദേഹം തിരികെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവായ സിയാഊർ റഹ്മാൻ്റെ ഖബറിടത്തിൽ സന്ദർശനം നടത്തി അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ആരംഭിക്കും എന്നാണ് ലഭിക്കുന്ന സൂചന. ഇത് തീർച്ചയായും അവിടെയുള്ള ഇടക്കാല സർക്കാരിനും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന മറ്റ് ചില സംഘടനകൾക്കുമെല്ലാം ദോഷകരമായ കാര്യമാണ്. അവർ ഭയത്തോടു കൂടി കാണുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഭരണം കൈയടക്കാം എന്ന് വിശ്വസിച്ചിരുന്ന തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് ഇപ്പോൾ ഒരു തിരിച്ചടിയായിരിക്കുന്നു. അവിടെ ജനകീയമായി അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ഒരു ഊർജം കൈവന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഖാലിദാസിയ മരണശയ്യയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക്. കാരണം അവരുടെ ആരോഗ്യം അത്രമാത്രം ഗുരുതരാവസ്ഥയിലാണ്. അവർ ഇപ്പോൾ വിദഗ്ധ സംഘത്തിൻ്റെ ചികിത്സയിലാണ്. പക്ഷേ മകൻ എത്തുന്നത് അതിനുവേണ്ടിയാണ് എങ്കിൽ കൂടി ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ BNP ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി എന്ന കാര്യം വ്യക്തമാണ്. 17 വർഷം ഇദ്ദേഹം വിദേശത്തായിരുന്നു. ഇദ്ദേഹത്തിന് നേരെ ചില ക്രിമിനൽ കേസുകൾ, ഈ ഗ്രനേഡ് ആക്രമണ കേസുകൾ അടക്കമുണ്ടായിരുന്നു. ഈ കേസുകളിലൊക്കെ തീർപ്പായതിനു ശേഷമാണ് അദ്ദേഹം 17 കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നത്. തീർച്ചയായും പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുക എന്നത് തന്നെയായിരിക്കും ലക്ഷ്യം. ഷെയ്ഖ് ഹസീനയുടെ അഭാവം അവിടെയുണ്ട്. ഖാലിദാസിയ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഖാലിദാസിയയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് നടക്കുക എന്നത് തന്നെയായിരിക്കും ഈ പറയുന്ന മകനായ താരിഖ് റഹ്മാൻ്റെയും ഉദ്ദേശം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴത്തെ ഇടക്കാല ഭരണകൂടം ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന വിദ്യാർത്ഥി നേതാവിൻ്റെ കൊലയുൾപ്പെടെ നടന്നത് എന്ന് നേരത്തെ ബംഗ്ലാദേശിൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഈ ആരോപണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുഹമ്മദ് യൂനസിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മനക്കോട്ടകൾ തകരുകയാണ്. ബംഗ്ലാദേശിലേക്ക് BNP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി ഖാലിദാസിയയുടെ മകൻ താരിഖ് റഹ്മാൻ എത്തിക്കഴിഞ്ഞു. ഇനി ആ രാഷ്ട്രീയം, അവിടുത്തെ രാഷ്ട്രീയം എങ്ങോട്ടേക്കാകും പോവുക? താരിഖ് റഹ്മാനെ പട്ടാളം പിടിച്ച് ജയിലിലാക്കുമോ, അതോ താരിഖ് റഹ്മാൻ രാഷ്ട്രീയം കയ്യിലെടുത്തുകൊണ്ട് ഒരു വലിയ വിജയത്തിലേക്ക് പോകുമോ? ഇടക്കാല സർക്കാരിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിൽ ജനാധിപത്യ ഭരണം വരുമോ എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. എന്തായാലും നിലവിൽ കലുഷിതമാണ് ബംഗ്ലാദേശ്. ഇദ്ദേഹത്തിൻ്റെ വരവോടുകൂടി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.